ഹായ് ഹലോ എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും സംക്രാന്തി ആശംസകൾ കേട്ടോ. ഇന്ന് പൊങ്കലല്ലേ, സംക്രാന്തി ആയതുകൊണ്ട് ഇന്ന് ഇവിടെ എല്ലാവർക്കും ലീവാണ് കേട്ടോ. എൻ്റെ അച്ഛയും മക്കളും എല്ലാവരും ഇന്ന് വീട്ടിലുണ്ട്. അതുകൊണ്ട് ഞാൻ ഇച്ചിരി ലേറ്റായിട്ടാണ് ഇന്ന് ചോറും കറി ഉണ്ടാക്കാൻ അടുക്കളയിൽ കയറിയത്. അപ്പോൾ അവർക്കിന്ന് ലീവ് ആയതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്നാൽ അവർക്ക് എല്ലാവർക്കും വൈറ്റ് റൈസാണ് ഇഷ്ടം. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ഇച്ചിരി സാമ്പാറും ഒക്കെ വെക്കാനുള്ള പ്ലാനുണ്ട്. എന്നാൽ ഞാൻ വിചാരിച്ചു ഇന്നങ്ങ് വൈറ്റ് റൈസ് വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ പച്ചരി കഴുകി അങ്ങനെ വെള്ളം തിളയ്ക്കാൻ വെച്ചായിരുന്നു. വെള്ളം തിളച്ചപ്പോൾ അരി അടപ്പേ ഇട്ടു. ഇനി ഇതിലേക്കാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് പിന്നെ ഉപ്പും, എപ്പോഴും ഞാൻ പറയുന്നത് പോലെ ഞാൻ വൈറ്റ് റൈസ് വെക്കുന്ന സമയത്ത് എനിക്ക് അതിനകത്ത് ഇച്ചിരി ഉപ്പിട്ടെങ്കിൽ എനിക്ക് സമാധാനമുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ എപ്പോഴും ഞാനാണെന്നുണ്ടെങ്കിൽ പച്ചരിച്ചോറ് വെക്കുന്ന സമയത്ത് ഞാനാണെന്നുണ്ടെങ്കിൽ എപ്പോഴും ഇച്ചിരി ഉപ്പിടും കേട്ടോ. ഉപ്പിടും. എന്നിട്ട് ഞാനാണെങ്കിൽ തവി കൊണ്ടൊന്ന് ഇളക്കുകയും വെച്ചും ഞാൻ എപ്പോഴും ചെയ്യുന്നത് പോലെ ചായ അരിപ്പ കൊണ്ട് ഒന്ന് അരിച്ചൊന്ന് എടുത്തിട്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ ഇത് അടച്ചു വെച്ച് വേവിക്കുകയാണ് ചെയ്യാറ്. എനിക്ക് പച്ചരിച്ചോറിനെക്കാട്ടിൽ റെഡ് റൈസാണ് ഇഷ്ടം. പിന്നെ ഇന്ന് അവരെല്ലാവരും ഉള്ളതുകൊണ്ട് ഞാനങ്ങ് പച്ചരി അടപ്പ് ഇട്ടതാണ് കേട്ടോ. അപ്പോൾ അത് അവിടെ നിന്ന് വേവിട്ട് ആ വേവുന്ന നേരത്തിന് നമുക്ക് കറി ഉണ്ടാക്കാം. ഇന്ന് ഞാൻ മുള്ളങ്കി സാമ്പാറാണ് ഇന്ന് ഞാൻ വെക്കുന്നത് കേട്ടോ. ഇത് ഞാൻ ഒരു വട്ടം എൻ്റെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് തന്നാണ്. എന്നാൽ കൂടിയും ചിലവർ പിന്നെയും ചോദിക്കാറുണ്ട് അതിൻ്റെ സാമ്പാർ ഒന്ന് ഷെയർ ചെയ്യണേ ചേച്ചി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ഇന്ന് ആ വീഡിയോ എൻ്റെ കൂട്ടുകാർക്കായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അതിൻ്റെ തൊലിയൊക്കെ നന്നായിട്ട് കളഞ്ഞ് നന്നായിട്ട് ചീകി വൃത്തിയാക്കി അതുപോലെ കഴുകി എടുത്ത് കേട്ടോ. എന്നിട്ട് ഇതുപോലെ റൗണ്ടായിട്ട് ഇങ്ങനെ കനം കുറച്ചിട്ട് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. ഇങ്ങനെ അരിഞ്ഞെടുത്ത് കഴിഞ്ഞാൽ കൊണ്ട് നമുക്ക് സാമ്പാറിനകത്ത് ഒരു വിസിലടുപ്പിച്ചൊന്ന് വേവിച്ചാൽ മതി. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് കട്ടി കുറഞ്ഞിരുന്ന് കഴിഞ്ഞാൽ വേഗം വേവുകയും ചെയ്യും. പിന്നെ നമുക്ക് ഫ്രൈ ചെയ്യാനും ഏറ്റവും നല്ലതാണ്. അപ്പോൾ കണ്ടില്ല, ഇത് സ്ലൈസായിട്ട് ഞാൻ മുറിച്ചെടുത്തു. ഇനി നമുക്കിത് ഫ്രൈ ചെയ്യണം. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. അതിൻ്റെ കൂട്ടത്തിൽ ഞാനാണെങ്കിൽ ഞാൻ ലുലു പോയ സമയത്ത് അവിടുന്ന് കുറച്ച് ചിക്കൻ വാങ്ങിച്ചായിരുന്നു. അപ്പോൾ ഇതാണെങ്കിൽ ഒരു 1/2 കിലോ ചിക്കൻ ലോലിപ്പപ്പാണ് മേടിച്ചത്. ഞാൻ ഈ ചിക്കൻ ലോലിപ്പപ്പൊക്കെ ഒന്നീ മെട്രോയിൽ പോകുമ്പോഴോ അല്ലെങ്കിൽ ഇങ്ങനെ ലുലു അങ്ങനെയുള്ള ഷോപ്പിംഗ് മാളുകളിൽ പോകുമ്പോഴാണ് മേടിക്കാറ് കേട്ടോ. അപ്പോൾ ഞാനാണെങ്കിൽ ഇതൊരു 1/2 കിലോ ആണ് മേടിച്ചത്. അപ്പോൾ ഇതൊന്ന് ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞിട്ട് കുറച്ച് അയില എടുത്ത് വെളിയിൽ വെച്ചു. അയില വറക്കാമെന്ന് വിചാരിച്ചു. അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് വെണ്ടയ്ക്കയും കൂടെ മെഴുക്കുവരട്ടി വെക്കണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഉച്ച ഊണിൻ്റെ പ്ലാൻ എൻ്റെ ഇതാണ്. ഒരടപ്പയിൽ അരി വേവുന്നുണ്ട്. ഇനി അടുത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് നമുക്ക് ഈ മുള്ളങ്കിക്ക് സാമ്പാർ വെക്കാൻ വേണ്ടിയിട്ട് പരിപ്പ് വേണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു 1/2 കപ്പ് തൊമര എടുത്തിട്ടുണ്ട്. ഞാൻ പിന്നെ തൊമരയ്ക്ക് വലിയ കണക്കൊന്നും ഞാൻ നോക്കാറില്ല കേട്ടോ. ഞാനൊരു ഉദ്ദേശം വെച്ചൊക്കെയാണ് ഞാൻ പരിപ്പ് എടുക്കുന്നത്. ചിലപ്പം കുറച്ച് കൂടും ചിലപ്പം കുറയും അങ്ങനെയൊക്കെയാണ് കേട്ടോ. പിന്നെ പരിപ്പല്ലേ നമുക്ക് കഴിക്കുന്നതിന് ഏറ്റവും നല്ലതല്ലേ. അതുകൊണ്ട് പിന്നെ അതിന് വലിയ കണക്കൊന്നും ഞാൻ നോക്കാറില്ല. പിന്നെ ആദ്യമായിട്ടൊക്കെ പാചകം ചെയ്യുന്നവരാണെങ്കിൽ ഒരു 1/2 കപ്പൊക്കെ അളന്നെടുത്താൽ മതി. അത് കഴിഞ്ഞ് നമുക്കത് ശീലമായി കഴിയുമ്പോൾ പിന്നെ കുഴപ്പമില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ തൊമര എന്നാൽ അടപ്പിടാൻ വേണ്ടിയിട്ട് വെള്ളം ചൂടാക്കാൻ വെച്ചു. അപ്പം വെള്ളം നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. അപ്പോൾ ആ കഴുകിയ തൊമര അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ഞാൻ വലിയൊരു സവാളയും 2-3 പച്ചമുളകും കൂടെ മുറിച്ചിട്ടിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഞാനാണെന്നുണ്ടെങ്കിൽ തക്കാളി ചേർക്കുന്നുണ്ട്. കാരണം ഇതിന് വേറെ പുളി ഞാൻ ചേർക്കുന്നില്ല. അതുകൊണ്ട് 4 തക്കാളി ചേർത്തു. അതിൻ്റെ കൂടെ കൈക്ക് ഒരു പിടി മല്ലിയില, അതിൻ്റെ കൂടെ ആവശ്യത്തിന് ഉപ്പ് ചേർത്തു. എന്നിട്ട് ഇതിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. ഇത് ഇത്രയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇനി നമുക്ക് ഇത് കുക്കറിൻ്റെ അടപ്പിൽ അടച്ചിട്ടാണെങ്കിൽ ഒരു 3-4 വിസിൽ അടുപ്പിച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ ആ പരിപ്പ് അവിടെ ഇരുന്ന് വേവുന്ന നേരത്തിന് നമുക്കാണെന്നുണ്ടെങ്കിൽ ഈ മുള്ളങ്കി ഒന്ന് വറുത്തെടുക്കണം. അതിനുവേണ്ടി ഞാൻ പാൻ ചൂടാക്കാൻ വെച്ചു. ഇതിലേക്ക് ഞാനാണെങ്കിൽ ഒരു 2 ടീസ്പൂൺ എണ്ണ ഒഴിച്ചു. ഇതിലേക്ക് നമ്മൾ സ്ലൈസായിട്ട് അരിഞ്ഞു വെച്ച മുള്ളങ്കി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇതാണെന്നുണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്യണം. അപ്പോൾ ഈ മുള്ളങ്കി ഫ്രൈ ആവുന്ന നേരത്തിന് ആദ്യം നമുക്ക് ഞാൻ മീൻ നന്നായിട്ട് ക്ലീൻ ചെയ്ത് കൊണ്ടുവന്നിട്ട് അപ്പോൾ അത് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മസാല റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അതുപോലെ തന്നെ ആണെങ്കിൽ കുറച്ച് നാരങ്ങ നീര്, ഇത് ഇത്രയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഇത്രയും ചേർത്തിട്ടാണെന്നുണ്ടെങ്കിൽ കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു പേസ്റ്റ് രൂപത്തിൽ നമുക്ക് മീൻ മസാല റെഡിയാക്കി എടുക്കാം. മീൻ ഫ്രൈ ചെയ്യാൻ ഒരുപാട് കട്ടിക്ക് മസാല നമ്മൾ റെഡിയാക്കി കഴിഞ്ഞാൽ നമ്മൾ മീനിനകത്തോട്ട് നമുക്ക് തേച്ച് പിടിപ്പിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ ഈ കാണിക്കുന്ന ഈ ഒരു പരുവത്തിൽ വേണം നമ്മൾ മസാല തയ്യാറാക്കാൻ കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മീനിൻ്റെ അകത്തേക്കൊക്കെ നന്നായിട്ട് മസാല തേച്ച് പിടിപ്പിക്കണം. അതുകൊണ്ട് നമ്മൾ മസാല മിക്സ് ചെയ്യുന്ന സമയത്ത് ഇച്ചിരി ഒന്ന് ലൂസായിട്ട് മിക്സ് ചെയ്ത് ഏറ്റവും നല്ലതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ബാക്കിയുള്ള മീൻ ഇതുപോലെ മാരിനേറ്റ് ചെയ്ത് ഇനി അപ്പോൾ ഇത് ഇവിടെ ഇരിക്കട്ടെ. അത് കഴിഞ്ഞിട്ട് നമ്മളുടെ മുള്ളങ്കി അത് നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇത് കുറേ നേരമായിട്ട് ഫ്രൈ ആവുന്നുണ്ട്. ഇതിലേക്ക് മസാല ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അത് കഴിഞ്ഞിട്ട് ഞാനാണെങ്കിൽ എരിവിന് 2 ടീസ്പൂൺ മുളക് പൊടി ചേർത്തു. അതേപോലെ തന്നെ ആണെങ്കിൽ 2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടി, 1/2 ടീസ്പൂൺ കായപ്പൊടി. ഇത് ഇത്രയാണ് ഞാൻ മസാലയായിട്ട് ചേർക്കുന്നത്. ഇത് ഇത്രയും ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തൊന്ന് ഫ്രൈ ചെയ്യാം. അപ്പോൾ കണ്ടില്ലേ, ഈ മുള്ളങ്കി മസാലയൊക്കെ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇത് വിടിരിക്കട്ടെ.
അത് കഴിഞ്ഞ് നമ്മൾ മീനിന് മസാല റെഡിയാക്കി ഇനി നമുക്ക് ചിക്കന് വേണ്ടുന്നത് റെഡിയാക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, അതുപോലെ തന്നെ ആണെങ്കിൽ ഞാൻ എരിവിന് 2 ടീസ്പൂൺ മുളക് പൊടി, അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. അത് കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, അത് കഴിഞ്ഞിട്ട് 1 ടേബിൾ സ്പൂൺ കടലമാവ്. ഇത് ഇത്രയും കൂടെ ഞാൻ ആദ്യം കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ മസാല ആദ്യം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമുക്കാണെന്നുണ്ടെങ്കിൽ ഞാൻ 1 ടേബിൾ സ്പൂണ് സോയാ സോസ് ചേർക്കുന്നുണ്ട്, അതുപോലെ 1 ടേബിൾ സ്പൂണ് ടൊമാറ്റോ സോസ് ചേർക്കുന്നുണ്ട്, എന്നിട്ട് കുറച്ച് നാരങ്ങ നീരും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടാണെന്നുണ്ടെങ്കിൽ കൈകൊണ്ട് ഇത് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് അത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഒരു പേസ്റ്റ് രൂപത്തിൽ നമുക്ക് മസാല റെഡിയാക്കി എടുക്കാം. കണ്ടില്ലേ? അപ്പോൾ ഞാനാണെങ്കിൽ ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഒരു പേസ്റ്റ് രൂപത്തിലാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ആണെങ്കിൽ നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്യണം. അപ്പം നമ്മൾ എടുത്തേക്കുന്ന ചിക്കൻ മുഴുവനായിട്ട് നമുക്ക് ഈ മസാലയിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. ഈ മസാലയൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇച്ചിരി ഒരു ലൂസ് പോലെ തോന്നുന്നു, അല്ലെങ്കിൽ ഇച്ചിരി ഒരു വെള്ളം പോലെ നമുക്ക് ഫീൽ ആവുന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് കുറച്ചും കൂടെ കോൺഫ്ലോർ മിക്സ് ചെയ്യാം. കാരണം വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് നമ്മൾ ഈ ചിക്കൻ ലോലിപ്പോപ്പ് ഉണ്ടാക്കുമ്പോൾ ഈ ചിക്കനകത്ത് മസാല നന്നായിട്ട് കോട്ടായിട്ടിരിക്കണം. അപ്പോൾ നമുക്ക് വെള്ളം പോലെ ഇരുന്ന് കഴിഞ്ഞാൽ കൊണ്ട് നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ആ മസാല അതിനകത്ത് നന്നായിട്ട് പിടിക്കത്തില്ല. അതുകൊണ്ട് ഞാൻ ഒരു 2 ടേബിൾ സ്പൂണും കൂടെ കോൺഫ്ലോർ മിക്സ് ചെയ്തു. എന്നിട്ട് അത് കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തു. ഇപ്പോൾ അത് കറക്റ്റ് പരുവത്തിൽ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. കണ്ടില്ലേ? അപ്പോൾ ഇനി ഇത് ഇവിടെ ഇങ്ങനെ ഇരിക്കട്ടെ. ഇനി ഇതൊരു അരമണിക്കൂർ ഇത് നന്നായിട്ട് ഇതിനകത്ത് മസാലയൊക്കെ പിടിച്ചൊന്ന് ഈ ചിക്കൻ ഒന്ന് സോഫ്റ്റ് ആവണം. അതിന് ശേഷം വേണം നമ്മളിത് ഫ്രൈ ചെയ്യാൻ. അപ്പോൾ ഈ ഇറച്ചിക്കകത്ത് ഇത് നന്നായിട്ട് മസാല പിടിക്കണം. അതുകൊണ്ടാണ് കുറച്ച് നേരത്തെ ഞാനാണെങ്കിൽ ഇതിനകത്ത് മസാല മിക്സ് ചെയ്തങ്ങ് വെച്ചത് കേട്ടോ. അപ്പോൾ ഇത് ഇവിടെ ഇരിക്കട്ടെ, ഇത് നന്നായിട്ട് മസാല പിടിക്കട്ടെ. അത് കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ അപ്പോൾ മസാലയുടെ പരിപാടികളെല്ലാം കഴിഞ്ഞല്ലോ കേട്ടോ. മീൻ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചു, ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചു. അത് കഴിഞ്ഞിട്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ചോറ് അപ്പോഴേ ആക്കിയായിരുന്നു, ചോറ് ഊറ്റി വെച്ചു. അത് കഴിഞ്ഞിട്ട് സാമ്പാറിന് വേണ്ടുന്ന പരിപ്പ് വേവിച്ച് അത് ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മുള്ളങ്കി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി എനിക്ക് മസാലകളുടെ പാത്രങ്ങളുടെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളുടെ മസാല പാത്രങ്ങളെല്ലാം തിരിച്ചങ്ങ് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അത്രയും സ്ഥലം ഒഴിഞ്ഞ് കിട്ടും. അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്ത പാത്രങ്ങൾ ഇതെല്ലാം ആദ്യമേ ഞാൻ ഒഴിവാക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ അതെല്ലാം ഞാൻ തിരിച്ചങ്ങ് എടുത്ത് വെച്ച് കേട്ടോ. തിരിച്ചെടുത്ത് വെച്ചതിന് ശേഷം ഇനി നമുക്കാണെന്നുണ്ടെങ്കിൽ ആദ്യം അങ്ങ് മീൻ വറക്കാം. അപ്പോൾ ഞാൻ മീൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് കുറേ നേരം ആയല്ലോ. ആദ്യം മീനാണല്ലോ മാരിനേറ്റ് ചെയ്തത്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 2 ടേബിൾ സ്പൂണോളം എണ്ണ ചൂടാക്കാൻ വെച്ചു. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ മീൻ അതിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ വേവിക്കാം. അപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞു. അപ്പോൾ നമുക്കാണെന്നുണ്ടെങ്കിൽ ഈ മീനൊന്ന് പതിയൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് ഇതൊന്ന് പൊടിയാതെ ഒന്ന് തിരിക്കണമല്ലോ. അപ്പോൾ ഞാൻ ഒന്ന് തിരിച്ചപ്പോഴത്തേക്കും ചെറുതായിട്ടൊക്കെ ഒന്ന് പൊടിഞ്ഞു കേട്ടോ, എന്നാലും കുഴപ്പമില്ല. അപ്പോൾ നമ്മളുടെ മീൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സൈഡിലൂടെ ഒന്ന് ഫ്രൈ ആവട്ടെ. ആ മീൻ ഫ്രൈ ആ ഒരു സൈഡിലൂടെ ഫ്രൈ ആവുന്ന നേരത്തെ നമ്മുടെ പരിപ്പ് കണ്ട് നന്നായിട്ട് വെന്ത് ഉടഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് നമ്മൾ ആ മുള്ളങ്കി ഫ്രൈ ചെയ്ത് അതുകൂടെ അതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. ഒരുപാട് വെള്ളം പോലെ ആവേണ്ട, ഒരുപാട് കട്ടിക്ക് ആവേണ്ട, ഒരു മീഡിയമായിട്ട് നമ്മൾ സാമ്പാറൊക്കെ വെക്കത്തില്ലേ ആ ഒരു പരുവത്തിലാണ് വെള്ളം ചേർക്കേണ്ടത് കേട്ടോ. ഇതിനകത്ത് പുളിയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. കാരണം വെച്ചാൽ ഞാൻ 3-4 തക്കാളി ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് ആ തക്കാളിയുടെ പുളിയുടെ ആവശ്യമുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് ഉപ്പിൻ്റെ ടേസ്റ്റ് നോക്കി. അപ്പോൾ എനിക്ക് ഉപ്പ് കറക്റ്റായിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ സാമ്പാർ റെഡിയാണ്. പക്ഷേ എങ്കിൽ ഇതൊന്ന് അടച്ച് വെച്ചിട്ട് നമുക്ക് ഒരു വിസിലൊന്ന് അടുപ്പിക്കണം. കാരണം വെച്ചാൽ നമ്മൾ ഇപ്പോഴല്ലേ മുള്ളങ്കി ചേർത്തത്. അതുകൊണ്ട് ഞാൻ അടപ്പേ വെച്ച് ഒരു വിസിലൊന്ന് അടുപ്പിക്കട്ടെ. അത് കഴിഞ്ഞിട്ട് നമ്മളുടെ മീൻ ഫ്രൈ ഞാനൊന്ന് തിരിച്ചിട്ടിട്ട് ഒരു 5 മിനിറ്റോളം ആയായിരുന്നു. അപ്പോൾ ആ മീൻ നന്നായിട്ട് ഫ്രൈ ആയിട്ട് ഇരിപ്പിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ മീൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇത് അപ്പുറത്തോട്ടൊന്ന് മാറ്റി വെച്ചിട്ട് ഞാൻ ഇതേ അടപ്പയിലേക്ക് ഞാനാണെന്നുണ്ടെങ്കിൽ ഇനി ആ ചിക്കനും കൂടെ അങ്ങ് ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അതിനുവേണ്ടി ഞാൻ വേറൊരു പാൻ വെച്ച് ഇതിലേക്ക് ഞാൻ അന്ന് കുറച്ച് എണ്ണ ഒഴിക്കുന്നുണ്ട്. ഞാൻ ഈ മീനായാലും ചിക്കൻ ആയാലും ഞാൻ ഒരുപാട് എണ്ണ ഒഴിച്ചിട്ട് ഞാൻ ഫ്രൈ ചെയ്യത്തില്ല. ഞാനൊരു ഷാലോ ഫ്രൈ ആണ് ചെയ്യുന്നത്. കാരണം വെച്ചാൽ നമ്മൾ എടുക്കുന്ന എണ്ണയാണെന്നുണ്ടെങ്കിലുണ്ടല്ലോ നമ്മൾ ഒരുപാട് എണ്ണ എടുത്ത് വെറുതെ വേസ്റ്റ് ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ചിക്കൻ ആയാലും മീനായാലും വറക്കാൻ എണ്ണ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാനന്ന് എണ്ണ തിളച്ചപ്പോഴാണെന്നുണ്ടെങ്കിൽ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഇട്ട് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ അടപ്പ് വെച്ചിട്ടൊന്ന് വേവിക്കുന്നുണ്ട്. എൻ്റെ അച്ഛയാണെങ്കിൽ സൈഡിൽ നിന്നിട്ട് എനിക്ക് വെണ്ടയ്ക്ക മുറിച്ച് തരുന്നുണ്ട് മെഴുക്കുവരട്ടി വെക്കാൻ. അപ്പോൾ കണ്ടില്ല എൻ്റെ അച്ഛൻ എനിക്ക് ഇതുപോലെ ചെറുതായിട്ട് എനിക്കാണെന്നുണ്ടെങ്കിൽ വെണ്ടയ്ക്ക മുറിച്ച് തന്നു. ഇനി നമുക്കിത് ഫ്രൈ ചെയ്യണം. അപ്പോൾ ഇത് ഫ്രൈ ചെയ്യണമെങ്കിൽ ഇതിനകത്ത് കുറച്ച് മസാലകൾ ചേർക്കണം. അപ്പോൾ സിമ്പിളായിട്ടൊരു വെണ്ടയ്ക്ക ഫ്രൈ കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഞാനാണെന്നുണ്ടെങ്കിൽ ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടി ചേർത്തു. എന്നിട്ട് ഇതിലേക്കാണെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തു. അത് കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് കുറച്ച് ഉപ്പൂടെ ചേർത്തു. എന്നിട്ട് ഇതിലേക്ക് ഞാനാണെന്നുണ്ടെങ്കിൽ ഒരു 3 ടീസ്പൂണ് തൈര് ചേർക്കുന്നുണ്ട്. തൈര് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഒരുപാട് പുളിയുള്ള തൈര് ചേർക്കേണ്ട, പുളി കുറവുള്ള തൈര് ചേർക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ആ 3 ടീസ്പൂൺ തൈര് കൂടെ ഒക്കെ ചേർത്തിട്ട് ഈ വെണ്ടയ്ക്ക
നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത്. പക്ഷേ ഈ വെണ്ടയ്ക്കാണ് ഇച്ചിരി ഒരു കൊഴുപ്പുണ്ട് കേട്ടോ. ഞാൻ എപ്പോഴും മേടിക്കുന്ന വെണ്ടയ്ക്കയ്ക്ക് ഇത്രയും ഒരു കൊഴുപ്പ് തോന്നാറില്ല, പക്ഷേ ഈ പ്രാവശ്യം മേടിക്കുന്ന വെണ്ടയ്ക്കയ്ക്ക് നല്ല കൊഴുപ്പുണ്ട്. അത് കഴിഞ്ഞിട്ട് അന്നുണ്ടെങ്കിൽ നമ്മൾ ചിക്കനെ വേവാനായിട്ട് ഫ്രൈ ആവാൻ വേണ്ടി വെച്ചിട്ട് കുറേ നേരം ആയില്ല, അപ്പോൾ ഞാൻ അടച്ച് വെച്ചിരുന്നു. ചിക്കൻ അപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്, പക്ഷേ എങ്കിൽ നമുക്ക് അപ്പുറത്തെ സൈഡും കൂടെ ഒന്ന് തിരിച്ചിട്ടൊന്ന് ഫ്രൈ ആക്കണ്ടേ. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് ഈ ചിക്കൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ക്രിസ്പി ആയിട്ടുണ്ടാവണം, കണ്ടില്ലേ. അപ്പോൾ ആ ചിക്കൻ ആ സൈഡിലൂടെ നന്നായിട്ടൊന്ന് ഫ്രൈ ആവട്ടെ. അപ്പോൾ ആ ഫ്രൈ ആവുന്ന നേരത്തിനാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇനി അടുത്ത പരിപാടി എന്താണെന്ന് നമുക്കുള്ളത് നോക്കാം. അപ്പോൾ നമുക്ക് കുറച്ച് നേരം ഒന്ന് അടച്ച് വെക്കാം. അപ്പോൾ ഞാൻ ഈ ചിക്കനെ അടച്ച് വെച്ചിട്ട് ഞാൻ ഒരു മീഡിയം ഫ്ലെയിമിൽ ഫ്രൈ ചെയ്യാൻ തുടങ്ങിയിട്ട് കുറേ നേരമായി കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കൻ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിതൊരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റിയിട്ട് ബാക്കിയുള്ളത് ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കട്ടെ. അത് കഴിഞ്ഞിട്ട് ഇനി നെക്സ്റ്റ് അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് ഇനി വെണ്ടയ്ക്ക മെഴുക്കുവരട്ടിയും കൂടെ ഉള്ളൂ, ബാക്കിയുള്ള പരിപാടികളെല്ലാം കഴിഞ്ഞു. അപ്പോൾ ഇതിൻ്റെ ബാക്കിയും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി വെക്കുന്ന അതേ പാനിൽ ഞാനാണെങ്കിൽ സാമ്പാറിനൊന്ന് കടുക് വറുക്കാൻ മറന്നു പോയായിരുന്നു. അതിന് വേണ്ടി ഞാൻ 2 ടീസ്പൂൺ എണ്ണ ഒഴിച്ച് അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ടു. എന്നിട്ട് ഇതിലേക്ക് ചെറിയൊരു സവാള, അതുപോലെ തന്നെ 2-3 ഉണക്കമുളക്, ഇത് ഇത്രയും കൂടി ഇട്ടിട്ടാണെന്നുണ്ടെങ്കിൽ ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തു കേട്ടോ. അപ്പോൾ നമ്മളുടെ സാമ്പാർ നമ്മൾ അടപ്പയിൽ വേവാൻ വെച്ചായിരുന്നല്ലോ. അപ്പോൾ നമ്മുടെ സാമ്പാർ എന്തായെന്നുള്ളത് നോക്കാം. കണ്ടില്ല, ഞാൻ ഒരേ ഒരു വിസിൽ അടുപ്പിച്ചൊന്ന് വേവിച്ചായിരുന്നു. അപ്പോൾ നമ്മുടെ മുള്ളങ്കി നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മുള്ളങ്കി സാമ്പാർ റെഡിയാണ്. ഇനി നമ്മൾ ഫ്രൈ ചെയ്തത് അതിൻ്റെ കൂടെ ഇട്ടിട്ട് നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ സാമ്പാറും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഒരുവിധം പരിപാടികളെല്ലാം കഴിഞ്ഞു കേട്ടോ. അത് കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ ഞാൻ ചിക്കൻ ഫുള്ള് വറുത്തെടുത്ത് അതിൻ്റെ ബാക്കി ഇത്ര എണ്ണ ബാക്കി വന്നാൽ അതെൻ്റെ കൂട്ടുകാരെ ഒന്ന് കാണിച്ചെന്നേ ഉള്ളൂ കേട്ടോ. ഒരുപാട് എണ്ണ പിടിക്കത്തില്ലെന്ന് ഞാൻ കാണിച്ചെന്നേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ടാണെങ്കിൽ ഞാൻ അതേ പാനിലേക്ക് ഞാൻ വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി വെക്കാൻ വേണ്ടി ഒരു 2 ടീസ്പൂൺ എണ്ണ ഒഴിച്ചു. എന്നിട്ട് ഞാനാണെങ്കിൽ ആ മാരിനേറ്റ് ചെയ്ത് വെച്ച വെണ്ടയ്ക്ക അങ്ങനെ ഇട്ടു കേട്ടോ. ഇതിനകത്ത് ഒരു ഇച്ചിരി കൊഴുപ്പുള്ളത് കൊണ്ട് ചിലപ്പോൾ ഇച്ചിരി കൂടെ എണ്ണ ഒഴിക്കേണ്ടി വരും. കാരണം വെച്ച് കഴിഞ്ഞാൽ കൊഴുപ്പ് നന്നായിട്ടൊന്ന് ഡ്രൈ ആവണ്ടേ, അതിന് വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുത്താൽ മതി, ഇല്ലെന്നുണ്ടെങ്കിൽ ഇതിൽ തന്നെ ഡ്രൈ ചെയ്തെടുക്കാം. എനിക്ക് ഇച്ചിരി കൂടെ എണ്ണ ഒഴിക്കേണ്ടി വരും. അത് കഴിഞ്ഞിട്ടാണെങ്കിൽ ഞാൻ ആ വെണ്ടയ്ക്ക അടച്ച് വെച്ചിട്ട് ഞാൻ ഇച്ചിരി കൂടെ എണ്ണ ഒഴിച്ചിട്ട് ഞാൻ നന്നായിട്ട് ഫ്രൈ ചെയ്തായിരുന്നു. അപ്പോൾ എൻ്റെ വെണ്ടയ്ക്ക എത്ര പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടിയെന്ന് നോക്കിയാൽ അപ്പോൾ നമ്മുടെ വെണ്ടയ്ക്ക ഫ്രൈ റെഡിയായി. ഇതിനകത്ത് കുറച്ച് എണ്ണ കൂടുതലുള്ളത് കൊണ്ട് ഞാൻ ഈ തവി വെച്ചിട്ട് ഇങ്ങനെ ഡ്രൈ ചെയ്ത് ഞാൻ കോരി എടുത്തു കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ സ്പെഷ്യൽ എന്തൊക്കെയാണെന്നും കൂടെ കണ്ടാലോ. അപ്പോൾ ഞാൻ ചോറ് വെച്ചു, നമ്മളുടെ മുള്ളങ്കി സാമ്പാർ, അത് കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ നല്ല വെണ്ടയ്ക്ക ഫ്രൈ നല്ല ഡ്രൈ ആയിട്ട് എടുത്തു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ചിക്കൻ ലോലിപ്പപ്പ്, അത് കഴിഞ്ഞിട്ട് മീൻ ഫ്രൈ. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ വിഭവങ്ങൾ ഇതൊക്കെയാണ് കേട്ടോ. അത് കഴിഞ്ഞ് നോക്കി അച്ഛൻ എൻ്റെ പുറയിൽ നിന്ന് എന്തൊക്കെയോ കോപ്രായങ്ങൾ കാണിക്കുന്നത് കണ്ടോ. അപ്പോൾ ഞാൻ ഇതെല്ലാം ഒന്ന് ടേബിളിലോട്ട് കൊണ്ടുവെക്കട്ടെ. അപ്പോൾ ചോറും പിന്നെ എന്താ പറയുന്നത് നമ്മുടെ ചിക്കനും മീനും സാമ്പാറും അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും ഉണ്ട്. അപ്പോൾ എൻ്റെ ടേബിളിൽ എപ്പോൾ ഞാൻ എന്തെങ്കിലും കൊണ്ടുവെക്കാൻ നോക്കുമ്പോൾ ആ ടേബിളിൻ്റെ മുകളിൽ എന്തെങ്കിലും ഉണ്ടാവും. അപ്പോൾ എൻ്റെ മൂത്ത മോനോട് ഞാൻ ആ ലാപ്ടോപ്പൊക്കെ അവിടെ നിന്ന് എടുത്ത് മാറ്റുമെന്ന് പറയുമായിരുന്നു. അപ്പം എൻ്റെ മകനാണെങ്കിൽ അതെല്ലാം അവിടെ നിന്ന് എടുത്ത് വേറെ സ്ഥലത്തോട്ടെടുത്ത് മാറ്റുന്നുണ്ട്. അപ്പോൾ ഞാനും വേണ്ടുന്ന സാധനങ്ങളെല്ലാം എടുത്ത് ടേബിളിൽ കൊണ്ടുവച്ച്, അതുപോലെ തന്നെ പ്ലേറ്റും കാര്യങ്ങളെല്ലാം കൊണ്ടുവച്ച് കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാം സെറ്റാക്കിയിട്ട് ടേബിളിൽ കൊണ്ട് വെച്ചിട്ടുണ്ട്. പക്ഷേങ്കിൽ ഇനി കഴിക്കാനുള്ള ആൾക്കാർ ഓരോരുത്തർ പല സ്ഥലങ്ങളിലാണ്. അപ്പോൾ ഒരാൾ ഫോണിലാണ്, ഇനി ഒരാൾ കണ്ടില്ലേ മൊബൈലിൽ നോക്കിയിട്ട് നല്ല സുഖമായിട്ട് കിടക്കുന്നു. ഇപ്പോഴാണ് ആ മൊബൈലൊന്ന് തുറന്നു കൊടുത്തത്. അപ്പോൾ അത് കിട്ടിയ ഒരു ചാൻസിൽ അങ്ങനെ മൊബൈൽ നോക്കിക്കൊണ്ട് അയാൾ അവിടെ കിടക്കുന്നുണ്ട്. ഇനി ഒരാൾ അടുക്കളയിൽ നിന്ന് വരുന്നതേ ഉള്ളൂ. അങ്ങനെ അവസാനം പലയിടങ്ങളിൽ നിന്ന് എല്ലാവരും ടേബിളിലേക്ക് ഒത്തുകൂടിയിട്ടുണ്ട്. അപ്പോൾ ഇനിയാണെന്നുണ്ടെങ്കിൽ ഇനി എല്ലാവർക്കും ഞാൻ വിളമ്പി കൊടുത്തെങ്കിൽ എല്ലാവരും കഴിക്കത്തുള്ളൂ കേട്ടോ. ഞാനെന്നുണ്ടെങ്കിൽ എല്ലാം ഉണ്ടാക്കി ടേബിളിൽ കൊണ്ട് വെച്ചാൽ പോരാ, ഇവർക്കൊക്കെ ഞാൻ വിളമ്പി കൊടുത്തെങ്കിൽ ഇവർ സമാധാനമുള്ളൂ. അവർക്ക് സ്വയമായിട്ട് വിളമ്പി കഴിക്കുന്നതിനോട് താല്പര്യമില്ല. അതുകൊണ്ട് ഞാൻ ആദ്യം ഇവർക്കെല്ലാം ഒന്ന് വിളമ്പി കൊടുക്കട്ടെ. അപ്പോൾ ഞാനന്ന് ചോറെടുത്തു. അത് കഴിഞ്ഞ് നമ്മൾ മീൻ ഫ്രൈ, അതുപോലെ തന്നെ ചിക്കൻ ലോലിപ്പപ്പ്, അത് കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ പിന്നെന്തായിരുന്നു വെണ്ടയ്ക്ക മെഴുക്കുവരട്ടിയുണ്ട്, പിന്നെ സാമ്പാറുണ്ട്. അപ്പോൾ ഞാൻ ആക്ച്വലി ഇന്ന് ഇവരെല്ലാം ഉള്ളതുകൊണ്ടാണ് കേട്ടോ ഇത്ര ഐറ്റമൊക്കെ ഉണ്ടാക്കിയത്. രാവിലെ ഒന്നും നമുക്ക് ഇത്രയും സാധനങ്ങളൊന്നും നമുക്ക് ഉണ്ടാക്കാൻ പറ്റത്തൊന്നുമില്ല. പിന്നെ ഞാനാണെങ്കിൽ ഇവരൊക്കെ വീട്ടിലുള്ളതുകൊണ്ടാണ് ഇച്ചിരി ചിക്കനും മീനും എല്ലാം എടുത്തതെല്ലാം ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാനാണെന്നുണ്ടെങ്കിൽ ഇന്ന് ശരി ഇച്ചിരി ഒന്ന് വിശാലമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് ഇത്രയും സംഭവങ്ങളൊക്കെ ഉണ്ടാക്കിയത് കേട്ടോ. അപ്പോൾ എൻ്റെ അപ്പൂസാണെന്നുണ്ടെങ്കിൽ ചോറ് കൂടുതലാണെന്ന് പറഞ്ഞ് അങ്ങനെ അവൻ്റെ പാത്രത്തിൽ നിന്ന് കുറച്ച് ചോറ് മാറ്റി. അത് കഴിഞ്ഞിട്ട് ഓരോരുത്തരാണെന്നുണ്ടെങ്കിൽ ചിക്കൻ ഫ്രൈ എടുക്കാൻ വേണ്ടിയിട്ട് ഇത് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാനാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സാമ്പാറും വെണ്ടയ്ക്ക മെഴുക്കുവരട്ടിയും മീൻ ഫ്രൈയേ എടുത്തിട്ടുള്ളൂ. ഞാൻ പിന്നെ ചിക്കൻ എടുക്കാമെന്ന് വിചാരിച്ചു. കാരണം വെച്ച് കഴിഞ്ഞാൽ എനിക്കിങ്ങനെ ഒരുപാട് കറികൾ വേണമെന്നൊന്നുമില്ല കേട്ടോ. എനിക്കൊരു സാമ്പാർ, ഒരു മീൻ വറുത്തതും ഉണ്ടെങ്കിൽ എനിക്ക് വേറെ ഒന്നും വേണ്ട. അതിൻ്റെ കൂട്ടത്തിൽ ഇപ്പോൾ വെണ്ടയ്ക്ക മെഴുക്കുവരട്ടിയും കൂടെ ആയപ്പോൾ എനിക്ക് ഒരുപാട് സഫീഷ്യൻ്റ് ആയിട്ടോ. പിന്നെ അന്നെന്നുണ്ടെങ്കിൽ ചിക്കൻ ഫ്രൈ ചെയ്തത് പിന്നെ കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഈ ചൂടോടെ അപ്പോൾ ചോറും സാമ്പാറും വെണ്ടയ്ക്ക മെഴുക്കുവരട്ടിയൊക്കെ കൂട്ടി നന്നായിട്ട് നൂണ് കഴിക്കട്ടെ. അപ്പോൾ എൻ്റെ കൂട്ടുകാരെന്താ ലഞ്ചിന് ഇന്ന് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയത്. അപ്പോൾ എനിക്ക് ഇന്ന് ഒരുപാട് ഇഷ്ടപ്പെട്ട സംഭവങ്ങളാണ്. പക്ഷേ എങ്കിലും ഒരു വിഷമേ ഉള്ളൂ, ഇന്ന് ഞാൻ പച്ചരിച്ചോറാന്നുള്ള വിഷമേ ഉള്ളൂ. റെഡ് റൈസ് ആണെങ്കിൽ ഇനി സന്തോഷമായേനെ എന്ന് വിചാരിച്ച് പച്ചരിച്ചോറ് തിന്നത്തില്ലെന്നല്ല, എന്നാൽ കൂടി കുറച്ചും കൂടി എനിക്ക് ഇഷ്ടം കൂടുതൽ റെഡ് റൈസ് ആയിട്ടോ. അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് ഞങ്ങളുടെ ഇന്നത്തെ ഈ ചെറിയൊരു വിശേഷങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടോ. അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് ഞങ്ങളുടെ ഈ ഒരു ചെറിയൊരു വ്ലോഗ് ഇഷ്ടപ്പെട്ടാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞങ്ങൾ ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ നമ്മൾ ഉടൻ തന്നെ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണുവരെ. ടേക്ക് കെയർ, ബൈ.